ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസ് ആൻഡ് നൈസ്. ഇന്ന് നമുക്ക് പാവ് ഭാജി ഉണ്ടാക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. പാവും ഭാജി എന്ന് പറഞ്ഞാൽ കറി. പക്ഷേ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും വേണമെങ്കിൽ ചോറിൻ്റെ കൂടെയും കഴിക്കാം. പക്ഷേ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ പാവിൻ്റെ കൂടെ കഴിക്കുന്നതാണ്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനു വേണ്ടി 5 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ പാവ് ഭാജിയുടെ മസാലപ്പൊടി, അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. മഞ്ഞൾപ്പൊടി, ചോപ്പ് ചെയ്ത പച്ചമുളക്, തക്കാളി കുറച്ച് കൂടുതൽ വേണം. പിന്നെ ക്യാപ്സിക്കം, ഇതെല്ലാം ചെറുതായി മുറിച്ചത്. ചട്ടി ചൂടായാൽ അതിലൊരു കഷ്ണം ബട്ടർ ഇടുക. പിന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ നല്ലവണ്ണം ചൂടായ പച്ചമുളക് ഇടുക. അത് കഴിഞ്ഞാൽ ക്യാപ്സിക്കം ഇടുക. എന്നിട്ട് നന്നായി ഇളക്കി വഴറ്റുക. ഇതിലേക്ക് തക്കാളി ഇടുക. എന്നിട്ട് നന്നായി വഴറ്റുക. ആവശ്യത്തിന് ഉപ്പിടുക. ഇതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇടുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുക. നന്നായി മിക്സായിട്ട് മസാലയൊക്കെ നന്നായി പറ്റിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ആ ഉരുളക്കിഴങ്ങ് ചെറുതായി പൊടിച്ചു വയ്ക്കാം. പൊടിച്ചു വെച്ച ഉരുളക്കിഴങ്ങാണിത്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഉടച്ച് മിക്സ് ആക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് അനുസരിച്ച് അതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാം. ഇനി അടച്ചു വെച്ച് വേവിക്കുക. നന്നായി തിളച്ച് ഗ്രേവി നല്ല സെറ്റായിരിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടാം. ഇത്രയേ ഉള്ളൂ പണി. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ കുറച്ച് പച്ചക്കറിയേ വേണ്ടൂ. എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് പാവ് ഫ്രൈ ചെയ്യാം. ചൂടായ ചട്ടിയിൽ ബട്ടർ ഇടുക. കുറച്ച് ഈ ഗ്രേവി മിക്സ് ചെയ്യുക. അതിന് മീതേക്ക് പാവ് തിരിച്ചും മറിച്ചും ഇട്ട് ചൂടാക്കുക. ഇത് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന കറിയാണ്.
എല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.